നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നിരവധി സേവനങ്ങൾക്ക് ഒറ്റ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ. ടിക്കറ്റ് ബുക്കിംഗ്, PNR, ഭക്ഷണം, പ്ലാറ്റ്ഫോം, ടിക്കറ്റ് റിസർവ് ചെയ്യാത്ത ടിക്കറ്റ്, ട്രെയിൻ ട്രാക്കിംഗ് എല്ലാം ലഭ്യമാകുന്ന റെയിൽ വൺ ആപ്പ് റെയിൽവേ പുറത്തിറക്കി. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങളും ഈ ആപ്പിൽ ലഭ്യമാകും. പരാതികളും ആപ്പിലൂടെ അറിയിക്കാം. പ്ലേ സ്റ്റോറിലും iOS പ്ലാറ്റ്ഫോമുകളിലും ആപ്പ് ലഭ്യമാണ്. IRTC അക്കൗണ്ട് വഴിയും ലോഗിൻ ചെയ്യാം. ഏത് കാര്യത്തിലും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മേഖലാതല അവലോകന യോഗത്തിന് സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചെറക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഡോക്ടർ ഹാരിസ് ചെറക്കൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പൊതുവായ പ്രസ്താവനയായി എടുക്കേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുവെന്നും അദ്ദേഹത്തെ ആരോഗ്യവകുപ്പ് ചേർത്തു നിർത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ സത്യമല്ലെന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിൽ ഇത്രയധികം പണം ഒരു സർക്കാർ ചെലവഴിച്ച ചരിത്രമുണ്ടോ എന്നും ആരോഗ്യമന്ത്രി ചോദിച്ചു. പുതിയ DGP നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മോദി സർക്കാരിന് അനഭിതനായത് കൊണ്ടാണ് DGP പട്ടികയിൽ ഒന്നാം പേരുകാരനായ നിതിൻ അഗർവാളിനെ പിണറായി സർക്കാർ ഒഴിവാക്കിയതെന്നും കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഇടഞ്ഞ് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും. ബിൽ സെനറ്റിൽ അവസാനവട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. ട്രംപിൻ്റെ പുതിയ കടം ബില്ലിനെ അടിമത്ത ബിൽ എന്ന് വിശേഷിപ്പിച്ച ഇലോൺ മസ്ക് ബിൽ പാസാക്കിയാൽ അമേരിക്കൻ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഭീഷണി മുഴക്കി. അതേസമയം സർക്കാർ സബ്സിഡി ഇല്ലാതെ മാസ്കിൻ്റെ ബിസിനസ് സാമ്രാജ്യം നിലനിൽക്കില്ലെന്നും ഫെഡറൽ പിന്തുണ പിൻവലിച്ചാൽ മാസ്ക് ഒരുപക്ഷെ കട അടച്ചിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ തുടർന്നടിച്ചു. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ADGP H. വെങ്കടേഷ് പുതിയ മേധാവിക്ക് ബാറ്റൺ കൈമാറി. ഭാര്യയ്ക്കൊപ്പം ചുമതലയേൽക്കാനെത്തിയ അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയായിരുന്ന അദ്ദേഹം കേന്ദ്ര സർവീസിൽ നിന്ന് വിടുതൽ ലഭിച്ചയുടൻ കേരളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയുള്ളതായി തോന്നിയിട്ടില്ലെന്ന് DGP-ആയി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ക്രമസമാധാനം സംബന്ധിച്ച് എന്ത് സംഭവമുണ്ടായാലും ശക്തമായി നടപടിയെടുക്കും. ക്രൈം നടക്കുന്നുവെങ്കിൽ കൃത്യമായി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുമെന്നും റവാഡ പറഞ്ഞു. കേരളത്തിൽ DGP-ആയി ചുമതലയേൽക്കാൻ അവസരം തന്നതിന് മുഖ്യമന്ത്രിയോടും മറ്റുള്ളവരോടും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെ പരാതിക്കാരനായ ഒരു വ്യക്തി DGP-യുടെ അരികിലെത്തി തൻ്റെ പരാതിയിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പറഞ്ഞായിരുന്നു റവാഡ ചന്ദ്രശേഖർ സംസാരിക്കുന്നതിനിടെ അദ്ദേഹം സംസാരിച്ചു. പരാതി പരിശോധിക്കാമെന്ന് വാർത്താ സമ്മേളനത്തിനിടെ റവാഡ ചന്ദ്രശേഖർ ഇദ്ദേഹത്തിന് മറുപടി നൽകി. പൊതുജനങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് പോലീസ് മേധാവി പറഞ്ഞുകൊണ്ടിരിക്കെയാണ് പരാതിക്കാരൻ വാർത്താ സമ്മേളന ഹാളിലേക്ക് കയറിയത്. പോലീസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിനിടെയുണ്ടായ പ്രതിഷേധത്തിൽ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം. DGP-യുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ അകത്ത് പ്രവേശിച്ചത്. പിന്നീട് മാധ്യമപ്രവർത്തകനാണെന്ന് പരിചയപ്പെടുത്തി കോൺഫറൻസ് ഹാളിലും പ്രവേശിച്ചു. കമ്മീഷണറുടെ അടുത്തെത്തി കയ്യിലിരുന്ന പേപ്പറുകൾ ഉയർത്തിക്കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് ഇയാളെ തടഞ്ഞത്. DGP നിയമനം സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലെന്നും ചട്ടപ്രകാരമാണ് നിയമനമെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാജേഷ് പറഞ്ഞു.
വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാകും സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. നാടിനെക്കുറിച്ച് അറിയാതെയാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ എത്തിയതെന്നും പുതുതായി ASP ആയി ചുമതലയേറ്റതേ ഉണ്ടായിരുന്നുവെന്നും KK രാധേഷ് വ്യക്തമാക്കി. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം 30-ാം തീയതി വിതരണം ചെയ്തു കഴിഞ്ഞുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. തുടർച്ചയായി 11ാമത്തെ മാസമാണ് KSRTCയിലെ ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നത്. ജീവനക്കാരുടെ ശമ്പളം ഒറ്റഗഡുവായി 1-ാം തീയതി തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. DGP നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മോദി സർക്കാരിന് അനഭിജ്ഞനായതുകൊണ്ടാണ് DGP പട്ടികയിൽ 1-ാം പേരുകാരനായ നിതിൻ അഗർവാളിനെ പിണറായി സർക്കാർ ഒഴിവാക്കിയതെന്നും കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. DGP നിയമനത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പട്ടികയിലെ മറ്റു പേരുകളേക്കാൾ സ്വീകാര്യനായതുകൊണ്ടാണ് റവാഡയെ തെരഞ്ഞെടുത്തതെന്നും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് DGPയെ തീരുമാനിക്കുന്നതെന്നും അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും പാർട്ടി ക്ലീൻ ചീറ്റ് നൽകേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാജ്യം ഡിജിറ്റൽ ആയത് വലിയ മുന്നേറ്റമാണെന്ന് മോഹൻലാൽ. രാജ്യത്ത് GST നടപ്പാക്കി 8 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന GST ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. ധനമന്ത്രി KN ബാലഗോപാലാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ഫണ്ട് വകമാറ്റിയും പാഴാക്കിയും കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ പിണറായി വിജയൻ സർക്കാർ അസ്ഥികൂടമാക്കി മാറ്റിയെന്ന് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണക്ഷാമത്തിൽ പ്രതിഷേധിച്ച് BJP ഉള്ളൂർ മണ്ഡലം കമ്മിറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K സുരേന്ദ്രൻ. ജാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂലൈ 2 മുതൽ 5 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരമായി മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച 7 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കെട്ടിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 10 ദിവസത്തിനുള്ളിൽ തുക കെട്ടിവെക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹർജി സമർപ്പിക്കാൻ സർക്കാർ വൈകിയത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. KSRTC പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ ട്രയൽ ഡ്രൈവ് നടത്തി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTCക്കായി വാങ്ങിയ പുതിയ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് മന്ത്രി ഓടിച്ചു നോക്കിയത്. ട്രയൽ നോക്കിയ ശേഷം ചില നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഉടൻ തന്നെ ബാക്കി ബസ്സുകൾ കൂടി എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണത്തിനായി കേരളത്തിന് പ്രത്യേക അരി വിഹിതം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കേരള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽകുമാർ പറഞ്ഞു. കേന്ദ്ര സഹായം ലഭിക്കില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കൈവിടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. വെള്ളം കുടിച്ച് മടുത്തോ? നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതാണ് സുവർണ അവസരം. വെറും 1000 രൂപ അടച്ചാൽ 18,000 രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്ങനെയാണെന്നല്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ RO UV ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും 1000 രൂപ വീതം അടച്ചു വാങ്ങാൻ അവസരമൊരുക്കുന്നു. എല്ലാ മാസവും 10-ാം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും. വിജയികൾ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. 20% മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ അതേ RO വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ. അങ്ങനെ നിങ്ങളും നല്ല വെള്ളം കുടിച്ചു തുടങ്ങൂ. For more details, contact us.